നമ്മുടെ ഓജസ് ലോഡറിന്റെ രണ്ടാമത്തെ വണ്ടിയാണ്. ഇതിപ്പോ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇറക്കിയതാണ്. ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവ് ഒരു 3-4 റൗണ്ട് അടിച്ചിട്ട് വരുവാണ്. പിന്നെ ഇത് നമ്മുടെ എറണാകുളം സൈഡിലേക്ക് വേണ്ടിയാണ്, അവർക്ക് തട്ടുകടയിലേക്ക് വേണ്ടിയാണ് വണ്ടി ചെയ്യുന്നത്. ഇതിപ്പം നമ്മളിപ്പോൾ 1 മാസമായി ഇതിന്റെ പണി തുടങ്ങിയിട്ട്. വണ്ടി നമ്മൾ ഫുൾ പണി, ഇനിയിപ്പോൾ പണിയൊന്നുമില്ല, എല്ലാ പണിയും കഴിഞ്ഞ് ഇറക്കിയത്. ഇപ്പോൾ ഇന്നാണ് പണി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയത്. ഇതിപ്പോൾ ഞാൻ വേണം ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. പിന്നെ ഇതിന്റെ പുറവശവും ഒക്കെ അത്യാവശ്യം 1 മീറ്റർ വീതി, 1 മീറ്റർ നീളം ഒക്കെയാണ്. 500 കിലോ വരെ മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന്റെ മാക്സിമം റണ്ണിങ് സ്പീഡ് 25 കിലോമീറ്റർ ആണ്. പിന്നെ ഇതിന് സസ്പെൻഷൻ ഉള്ള 4 സസ്പെൻഷനാണ്. 2 ഹൈഡ്രോളിക്കും 2 നോർമൽ സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് വലിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് വെയിറ്റ് കയറും. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ ബോഡി തന്നെ നമ്മളൊരു ശകലം ചരിച്ച് ചെയ്തിരിക്കുന്നത്. അത് ചരിച്ച് ചെയ്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ചരിച്ചിട്ടേക്കുന്നു. ചരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് കയറുമ്പോൾ ഫ്രണ്ട് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ചരിച്ച് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും വെയിറ്റ് സെന്ററിൽ തന്നെ വരും. നമ്മൾ എത്ര ലോഡ് കയറ്റിയാലും സെന്ററിലായിരിക്കും, ഫ്രണ്ട് പൊങ്ങത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുമാതിരിപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഈ വണ്ടി ഓടിച്ചൊന്നും നടക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വീലർ ആയതുകൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല എന്ന് ഓടിച്ച് ബാലൻസ് ആയി കഴിഞ്ഞാൽ. പിന്നെ ഇതൊരു നമുക്കൊരു കുറച്ച് നേരത്തെ ഒരു മണിക്കൂർ അരമണിക്കൂർ ഒന്ന് ഓടിച്ച് ഒന്ന് പരിചയപ്പെട്ടിട്ട് വേണം നമ്മൾ ഈ വണ്ടി ഓടിച്ച് റോഡിലോട്ടൊക്കെ ഇറക്കാനായിട്ട്. കാരണം ഇത് അത്യാവശ്യം നമ്മൾ ടോർക്ക് കൂട്ടിയിട്ടേക്ക്, ടോർക്കുള്ള വണ്ടിയാണ്, പവറുള്ള വണ്ടിയാണ്, ലോഡ് വലിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പവർ, ഇനിഷ്യൽ പവർ ഇപ്പം നിങ്ങൾക്ക് ഞാൻ വണ്ടി എടുത്ത് കാണിക്കാം. അപ്പോൾ തന്നെ ആ ഒരു പവർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വണ്ടിയുടെ പവറാണ്, ഈ ഒരു പവറാണ് വണ്ടി. ഇത് കഴിഞ്ഞ വണ്ടി ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ടോ ഈ വണ്ടി കയറ്റം കയറുമോ എന്ന് വെച്ചാൽ. നമ്മൾ ആദ്യം ഒരു വണ്ടി ചെയ്തായിരുന്നു, സാനിയുടെ ഒരു വീഡിയോക്കകത്ത് അത് പറയുന്നുണ്ട്, ആ വീഡിയോ കാണാം. ആ വണ്ടിക്കകത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, ഒത്തിരി പേര് എന്നെ വിളിച്ചവരെല്ലാം ചോദിക്കുന്നത് ഈ വണ്ടി കയറ്റം കയറുമോ, ഞങ്ങളുടെ വലിയ കയറ്റമാണ്, കയറ്റം കയറി പോകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മൾ എല്ലാ രീതിയിലുള്ള റോഡുകളിലും ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടീഷനിലാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടോർക്ക് ഉള്ള വണ്ടിയാണ്. പക്ഷേ മാക്സിമം റണ്ണിങ് സ്പീഡ് മാത്രം നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കും, 25 കിലോമീറ്റർ ആണ്. ബാക്കി ഏത് അത്യാവശ്യം റഫായിട്ടുള്ള റോഡുകളും കയറ്റങ്ങളും എല്ലാം ഇത് കയറാൻ പറ്റും. ആ രീതിയിലാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഏത് നമ്മുടെ കേരളത്തിലെ ഏത് സ്ഥലത്തുള്ളവർക്ക് ഈ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാം. ആ രീതിയിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടി ചെയ്യാൻ എന്നെ 3-4 പേര്